75 രൂപ കൊടുക്കാം. 75 രൂപ. ആ ലാസ്റ്റ് ഫൈനലായിട്ട് 75 രൂപ കൊടുക്കാം. 75 രൂപ. ആ 2015 മോഡൽ. 15. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ആണ്. ഇത് കിഡ് പറയുമ്പോൾ 2020 മോഡലാണ്. RST ക്ലൈംബർ 1 ലിറ്റർ ആണ്. ഇഗ്നിസ് സീറ്റ വേരിയന്റ്. 2022 മോഡൽ. ഇത് സ്വിഫ്റ്റ് ഡീസൽ. ലിമിറ്റഡ് എഡിഷൻ ആണല്ലേ? ലിമിറ്റഡ് എഡിഷൻ ആണ്. 2015 വന്ന ലിമിറ്റഡ് എഡിഷൻ ആണ്. ഡ്യുവൽ ടോൺ ആണ്. ഇത് 2022 മോഡൽ. ഓക്കെ. ZXi വേരിയന്റ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ട്രൂ വാല്യൂവിലാണ്, പോപ്പുലർ ട്രൂ വാല്യൂ, തിരുവനന്തപുരം തൈക്കാട് പോലീസ് ഗ്രൗണ്ട് ഓപ്പോസിറ്റാണ് വരുന്നത്. ഒരുപാട് ബഡ്ജറ്റ് കാറുകളുടെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. സജിയുടെ വീട്ടിലോട്ട് സ്വാഗതം. അപ്പം അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കളക്ഷൻ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ. നമ്മുടെ കൂടുതലും ബഡ്ജറ്റ് കാർസിനാണ് കൂടുതലുള്ളത്. നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്ത വർഷം പോലെ 2013 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ വാറണ്ടി വരുന്നത്? വണ്ടിയുടെ വാറണ്ടി വരുന്നത് നമ്മുടെ പോപ്പുലർ വാറണ്ടി, അത് മാരുതി അല്ലാത്ത അതർ മോഡൽസിന് നമുക്ക് 2018 മുതൽ കൊടുക്കാം. 1 വർഷത്തെ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ. ലൊക്കേഷൻ കറക്റ്റ് തൈക്കാട് പോലീസ് ഗ്രൗണ്ട് ഓപ്പോസിറ്റ്. അതെ. ഓക്കെ. അപ്പോൾ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഡയറക്റ്റ് കോൺടാക്ട്. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ സജിയുടെ ഫസ്റ്റ് വണ്ടി ഓൾട്ടോ സ്റ്റാർട്ട് ചെയ്യല്ലേ? അതെ, തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2004 മോഡൽ ഓൾട്ടോ LXi ആണ്. 2004 അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ 29 പേപ്പർ ഉണ്ട്. അതെ, 29 പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 96,000 കിലോമീറ്റർ ഓടി. കാര്യങ്ങളൊക്കെ അത്യാവശ്യം മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മേജർ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ അവിടെ ചെറിയ അത് മാനോട്ടാണല്ലോ. ബോഡി വൃത്തിയുണ്ട്. ടയർ കണ്ടീഷൻ ബാക്ക് ആവറേജ് ആണ്. ഫ്രണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ ഉണ്ട്. ഫ്രണ്ട് വലിയ കുഴപ്പമില്ല, ബാക്ക് ആവറേജ്. അതെ അതെ. ബാക്കി എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ ഓക്കെ. LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള മോഡലാണ്. AC വർക്കിംഗ് ആണോ? അതെ, AC വർക്കിംഗ് ആണ്. ഇന്റീരിയർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം 2004 ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിളാണ്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ഹെഡ്ലൈറ്റ് ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. എല്ലാം ചെയ്തേക്കുന്നത്. ചെറിയ സ്ക്രാച്ചസ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല, വണ്ടി കൊള്ളാം. എങ്ങനെ പ്രൈസ്? നമുക്കിത് ലാസ്റ്റ് ഫൈനലായിട്ട് 75 രൂപ കൊടുക്കാം. 75 രൂപ. അടുത്ത വണ്ടി ഓൾട്ടോ. ഇത് ഓൾട്ടോ LX ആണ്. LX AC മാത്രമുള്ള വണ്ടി. AC മാത്രമുള്ള വണ്ടി. മോഡൽ ഏതാ? ഇത് മോഡൽ 2007 ആണ്. 27 പേപ്പർ ഉണ്ട് അല്ലേ? അതെ അതെ. ഓണർഷിപ്പ് ഒക്കെ എത്രയായി? ഓണർഷിപ്പ് തേർഡാണ്. നിലവിൽ തേർഡാണ്. പക്ഷെ വണ്ടി ബോഡിയൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അതേ ഉള്ളൂ. പിന്നെ ബോഡി അത്യാവശ്യം ടയർ ഭാഗങ്ങൾ കൊള്ളാം. ടയറും കൊള്ളാം അല്ലേ? ടയർ ഭാഗങ്ങൾ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. AC വർക്കിംഗ് ആണോ? AC ബെൽറ്റ് ഡാമേജ് കിടക്കുകയാണ്. അത് നോക്കാം, നമുക്ക് എന്താണ് നോക്കട്ടെ. അതിനകത്ത് നിലവിൽ ഇപ്പോൾ വർക്കിംഗ് അല്ല. നോക്കി കൊടുക്കും അല്ലേ? നോക്കിയിട്ട്. ഓക്കെ. അപ്പം 2007 ഓൾട്ടോ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 75 രൂപ കൊടുക്കാം. 75 രൂപ. നാനോ ട്വിസ്റ്റ് 2014 മോഡൽ. AC പവർ സ്റ്റിയറിംഗ് ഉള്ള മോഡൽ. AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോയും കൂടി ഉണ്ട്. പവർ വിൻഡോ ഉണ്ട്. 2014. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 37 കിലോമീറ്റർ. ഓക്കെ. വണ്ടി അത്യാവശ്യം വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ട്. നീറ്റായിട്ട് ഇരിപ്പുണ്ട് വണ്ടി. ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ, തീർച്ചയായും. അതെ അതെ. കിലോമീറ്റർ 37 ഓടിയിട്ടുള്ളൂ. വണ്ടി കണ്ടീഷനാണ്. ഞാൻ നോക്കുന്നവർക്ക് നോക്കാം അല്ലേ? അതെ, ചെറിയൊരു കാറ് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം. ലോ കിലോമീറ്റർ. അതെ അതെ, തീർച്ചയായിട്ടും. ട്വിസ്റ്റ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കാര്യങ്ങളെല്ലാം ആണ്. സിംഗിൾ ഓണർഷിപ്പ് പ്രശ്നങ്ങളൊന്നുമില്ല. എഞ്ചിൻ പക്കയാണല്ലോ, കുറച്ച് ഓടിയിട്ടുള്ളല്ലോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ്? AC വർക്കിംഗ് ആണ്. AC വർക്കിംഗ് ആണ്. നമുക്ക് നിലവിൽ ഇത് ഫൈനൽ റേറ്റ് 95,000 രൂപ കൊടുക്കാം. 95 രൂപ കൊടുക്കാം. ഓക്കെ. ഞാൻ ലോൺ കയറില്ലല്ലോ? ലോൺ കയറാൻ സാധ്യത? ലോൺ കയറത്തില്ല. ഓൾട്ടോ 2021 മോഡലാണ്. നല്ല കളർ കണ്ടല്ലേ? ഓക്കെ. 21 മോഡൽ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 19,000. അത്ര ഓടിയിട്ടുള്ളൂ? അത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് കമ്പനി സർവീസ് ആണോ? അതെ, കമ്പനി സർവീസാണ്. നമുക്കിത് മാരുതിയുടെ 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും കൊടുക്കാൻ കഴിയും. ആ ടയർ തന്നെയല്ലേ? അതെ അതെ, കമ്പനി ടയർ 19,000 ടയർ തന്നെയാണ്. പിന്നെ ഇന്ത്യയിൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. സോണിയുടെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 2 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, സിംഗിൾ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ അതെ, തീർച്ചയായും. ഓക്കെ. എയർ ബാഗ് ABS വരുന്ന മോഡലാണ്. 2021 മോഡലാണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. പുതിയ വണ്ടി എടുക്കുമ്പോൾ എടുക്കാം. 6 മാസം വാറണ്ടി കിട്ടുന്നുണ്ട്. വില എന്തായാലും ഒരു 360 ഫൈനൽ കൊടുക്കാൻ പറ്റും. 360. ഫിനാൻസും ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് നമുക്ക് 5 വർഷത്തേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 5 വർഷം കിട്ടും. വണ്ടി ഓൾട്ടോ 800 തന്നെയാണ്. 2015 മോഡൽ. 15. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ആണ്. ഓക്കെ. കിലോമീറ്റർ 59,000. 59. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. വണ്ടി വൃത്തിയുണ്ട്. ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. അതെ, ടയർ കണ്ടീഷൻ ആണ്. അങ്ങനെ വലുത് പറയത്തക്ക സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഇന്ത്യയിൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ഇരിപ്പുണ്ട്. അതെ, തീർച്ചയായും. ഇതിനകത്ത്
AC പവർ സ്റ്റിയറിംഗ് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവറിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്ന മോഡൽ. പിന്നെ ഹെഡ്ലൈറ്റ് ചെറിയ മങ്ങലുണ്ട് അത്ര ഉള്ളൂ. അത് ഒരു ലൈറ്റ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതെങ്ങനെ അതിൻ്റെ പ്രൈസ്? ഇത് പ്രൈസ് 2,40,000 രൂപ ഫൈനൽ ചെയ്യാൻ പറ്റും. 2,40,000. ഓക്കെ. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് നമുക്ക് ഇത് ആണെങ്കിൽ 2015 4 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വേണ്ടി കിഡ്. ഇത് കിഡ് പറയുമ്പോൾ 2020 മോഡലാണ്. RST ക്ലൈംബർ 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ആണല്ലേ? അതെ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. ഓട്ടോമാറ്റിക്കാണ് മാനുവലാണ്? മാനുവൽ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടൈൽ ചെറിയ ക്രാക്ക് ഉണ്ട്. ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. ഫ്രണ്ടിൽ പുത്തൻ ടയറാണല്ലേ? ഫ്രണ്ടിൽ ചെറിയ ബാക്ക് ടയർ ആവറേജ് ആണ്. ആവറേജ് അല്ല, ബാക്ക് ടയർ മോശമാണ്. ബാക്ക് ടയർ മറ്റേ ഫ്രണ്ടെല്ലാം പുത്തൻ ടയർ കിടപ്പുണ്ട്. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നീറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ടച്ച് സ്ക്രീന്, എയർ ബാഗ്, അല്ലേ? 1 ലിറ്റർ അല്ലേ? RST അല്ലേ വേരിയന്റ്? RST ക്ലൈംബർ ആണ് 1 ലിറ്റർ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ. 2020 മോഡലാണ്. ഫിനാൻസോ? ഫിനാൻസ് ചെയ്യാൻ പറ്റും. 5 വർഷത്തെ ഫിനാൻസ് ചെയ്യാം. 85% ഫണ്ടിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ചേട്ടാ അടുത്ത് i10. 2009 മോഡൽ. 9 i10. 29 പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 1,06,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്പോർട്സ് വേരിയന്റ് അല്ലേ? 1,06,000 ഓടിയെങ്കിലും വണ്ടി ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. ടയർ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. കാപ്പ എഞ്ചിനാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ഒരു 40-50 ടയർ ഉണ്ടല്ലേ? 50. ബാക്ക് 50, ഫ്രണ്ട് അതിനുപരി ഉണ്ട്. ഓക്കെ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി വൃത്തിയൊക്കെ ഉണ്ട്. വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. 2009 മോഡൽ. സ്പോർട്സ് മോഡൽ അല്ലേ? സ്പോർട്സ് മോഡൽ. ഓക്കെ. അപ്പം എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് നമുക്ക് ഫൈനൽ 1,25 കൊടുക്കാൻ പറ്റും. 1,25. ശരി. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡീസൽ. ഇത് സ്വിഫ്റ്റ് ഡീസൽ. ലിമിറ്റഡ് എഡിഷൻ ആണല്ലേ? ലിമിറ്റഡ് എഡിഷൻ ആണ്. 2015 വന്ന ലിമിറ്റഡ് എഡിഷൻ ആണ്. ഡ്യുവൽ ടോൺ ആണല്ലേ? ഡ്യുവൽ ടോൺ ആണ്. ഡീസൽ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 1,28 ഓടി. 2015 മോഡലാണ്. ഓക്കെ. അത്യാവശ്യം ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം വൃത്തിയുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ടയർ ഏതാ? കമ്പനി സർവീസാണ്. ടയർ നല്ല കണ്ടീഷനാണ്. ടയർ ഇന്ത്യയിലെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. സീറ്റ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. ഡ്യുവൽ ടോൺ കളറാണ് കേട്ടോ. അപ്പോൾ സ്വിഫ്റ്റ് ഡീസൽ ഡ്യുവൽ ടോൺ ലിമിറ്റഡ് എഡിഷൻ. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമുക്ക് 3,85 ഫൈനൽ ചെയ്യാൻ പറ്റും. 3,85. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് ചെയ്യാൻ പറ്റും. എത്ര വർഷം ചെയ്യാൻ പറ്റും? 4 വർഷത്തെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. അടുത്ത വാഗണാർ. അതെ, വാഗണാർ. ഇത് 2022 മോഡൽ. VXI ഓട്ടോമാറ്റിക് ആണ്. 1.2 ആണ്. VXI ഓട്ടോമാറ്റിക് ആണ്. 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1.2 ഓട്ടോമാറ്റിക്. 1.2 ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 21,000. അത്ര ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണല്ലോ? ഇന്റീരിയർ ക്ലീൻ ആണ്. കമ്പനി സർവീസ് കമ്പനി സർവീസും കാര്യങ്ങളും. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ കേട്ടോ? ഇല്ല. ഓക്കെ. ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഫോർഡർ പവറിന്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. ടയർ കണ്ടീഷൻ? 21 ഓടിയുടെ തേയ്മാനമാണ് വരുന്നത്. സ്ക്രാച്ചസ് ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. നമുക്ക് റെഡിയായി കൊടുക്കാം. ക്ലിയർ ആയി കൊടുക്കുമല്ലോ? തീർച്ചയായും. പിന്നെ ഇതിനകത്ത് മാരുതിയുടെ 1 വർഷത്തെ വാറണ്ടിയും 3 ഫ്രീ ഉള്ള വണ്ടിയാണ്. അപ്പോൾ പിന്നെ അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്ക് 1.2 മൈലേജ് എന്തായാലും ഒരു 15-16 റേഞ്ച് കിട്ടും. ഓക്കെ. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുമ്പോൾ 5,70 വരുന്നത്. 5,70. ഓക്കെ. ലോൺ അപ്പോൾ എങ്ങനെ വരും? ലോൺ നമുക്ക് 5 വർഷത്തെ ലോൺ ചെയ്യാം. 85% ചെയ്യാൻ വണ്ടി കിട്ടും. സാൻഡ്രോ 2010 മോഡൽ. 2010 സാൻഡ്രോ. ടെസ്റ്റ് കഴിഞ്ഞ് 5 വർഷത്തോളം പേപ്പർ ഉണ്ടല്ലേ? 5 വർഷം പേപ്പർ ഉണ്ട്. ഓക്കെ. GL എന്ന് പറയുന്ന മോഡലാണ്. GLS എന്ന് പറയുന്ന വേരിയന്റ് ആണ്. GLS അല്ലേ? അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ ആയില്ലേ? അതെ. ഓക്കെ. ടയർ 4 അത്യാവശ്യം ഒരു 60% ടയർ ഉണ്ട്. അതെ. ഓക്കെ. ബോഡിയിൽ വലിയ ചെറിയ സ്ക്രാച്ചസ്, വലിയ മേജർ ഡെന്റ് ഒന്നുമില്ല അല്ലേ? ഇല്ല, മേജർ ആയിട്ടുള്ള ഒന്നും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിന്റെ കണ്ടീഷൻ സീറ്റ് വർക്ക് ഉണ്ട്. ലോ ബഡ്ജറ്റ് കാറൊന്നുമില്ല. ഒരു പവർ സ്റ്റിയറിംഗ് ഉള്ളതാണ്. ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. സാൻഡ്രോയുടെ മൈലേജ് 12 റേഞ്ച് തീർച്ചയായിട്ടും. അപ്പോൾ ഹ്യുണ്ടായി സാൻഡ്രോ 2010 5 വർഷം 4.25 വർഷം പേപ്പർ ഉണ്ടല്ലേ? പ്രൈസ്? ശരി. ഇത് നമുക്കൊരു 1,5 കൊടുക്കാം. 1,5. 1,05,000 രൂപ. 1,05,000 രൂപ. ഇഗ്നിസ് സീറ്റ വേരിയന്റ്. 2022 മോഡൽ. 22. അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ ആയി? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. 37,000 കിലോമീറ്റർ ഓടിയത്. വണ്ടി. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ബോഡി അത്യാവശ്യം വൃത്തിയാണ്. ടയർ ഭാഗങ്ങളെല്ലാം കൊള്ളാം. അലോയ്സ് വരുന്നുണ്ട്. ഏതാ വേരിയന്റ്? സീറ്റയാണ്. ഇൻബിൽറ്റ് ഇത് അലോയ്സ് വരുന്നതാണ്.
സീറ്റ് ഫാബ്രിക്കാണ്, പക്ഷേ മെയിൻറ്റൈൻഡ് ആണ്. നീറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. ഇൻബിൽറ്റ് സീറ്റ് ടെസ്റ്റ് വരുന്നുണ്ട്. AC, എയർ ബാഗ്, ഡ്യൂൽ എയർ ബാഗ് അല്ലേടാ? ഡ്യൂൽ എയർ ബാഗ്. ഓക്കെ. ഫോർഡർ പോറിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പുഷ് സ്റ്റാർട്ട് വരുന്നുണ്ട്. കീല സെൻറ്റർ എല്ലാം വരുന്നുണ്ട്. കീല സെൻറ്റർ പുഷ് സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പോൾ ഇഗ്നിസ് എങ്ങനെയാണ് പ്രൈസ്? ഇത് പ്രൈസ് വരുമ്പോഴത്തേക്കും 6,25,000. ഇതിനകത്ത് നമുക്ക് വാറണ്ടി, മാരുതിയുടെ 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസും അവൈലബിൾ ആണ്. പിന്നെ ഫിനാൻസും 5 വർഷത്തേക്ക് ചെയ്യാം. എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വേണ്ടി വാഗണാർ 2016 മോഡൽ VXI. ആ, ഓക്കെ. ഇത് മാനുവൽ ചേട്ടാ? മാനുവൽ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ വന്നിട്ട് 41,000. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. കമ്പനി സർവീസും കാര്യങ്ങളാണ്. പക്ഷേ വണ്ടി ബോഡി വലിയ കുഴപ്പമില്ല. അതെ, ബോഡി ഒന്നും കുഴപ്പമില്ല. ടയർ കണ്ടീഷൻ ഒക്കെ ഉണ്ട്. നല്ല ടയർ കണ്ടീഷൻ. ടയർ ഉണ്ടല്ലേ? അതെ. 70 കൂടുതലുണ്ട്. ഓക്കെ. എൻ്റെ ഒരു കണ്ടീഷൻ സീറ്റർ ചെയ്തിട്ടുണ്ട്, നിർത്തിയിരിപ്പുണ്ടോ? നീറ്റാണ്. അതിനകത്ത് ഒരു സോണിയുടെ നല്ല സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. ഫോർഡർ പോറിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോണിയുടെ നല്ല സ്റ്റീരിയോ ഇരിപ്പുണ്ടല്ലേ? അതെ, നല്ല സ്റ്റീരിയോ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെങ്ങനെ? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് 365 ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. 365. ടയർ നല്ല ഗുഡ് കണ്ടീഷൻ. നല്ല കണ്ടീഷൻ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. വണ്ടി നീറ്റാണ്. ഫിനാൻസ് വേണമെങ്കിൽ 5 വർഷം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 2016 ആയതുകൊണ്ട് 5 വർഷം ഫിനാൻസ് ചെയ്യാം. 85% ഫണ്ടിങ്ങും ചെയ്ത് കൊടുക്കാൻ പറ്റും. വണ്ടി കൊള്ളാം, നീറ്റാണ് വണ്ടി. അതെ. അടുത്ത വണ്ടി വാഗണാർ. ഇത് 2022 മോഡൽ. ഓക്കെ. ZXi വേരിയന്റ് 1.2 ZXi. അതെ, സിംഗിൾ ഓണർഷിപ്പാണ്. നിലവിൽ കിലോമീറ്ററോ? കിലോമീറ്റർ 25,000. അത്ര ഓടിയിട്ടുള്ളൂ? അതെ, അത്ര ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് തന്നെയാണ്. കമ്പനി സർവീസും വണ്ടി നല്ല വൃത്തിയുണ്ടല്ലോ ചേട്ടാ. വണ്ടി കുഴപ്പമില്ല, ഒന്ന് കഴിയാതെ. ടയർ ഭാഗങ്ങളെല്ലാം നീറ്റാണ്. ചെറിയ മൈനൂർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ. അത്ര ചെറുതായിട്ട് ഡെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ മാരുതിയുടെ 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് വണ്ടി കൊടുക്കാൻ കഴിയും. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീറ്റ് വരുന്നുണ്ട്. ഫോർഡർ പോറിന്റെ പവർ സ്റ്റിയറിംഗ്, ഡ്യൂൽ എയർ ബാഗ് അല്ലേ? അതെ. ഫോർഡർ പോറിന്റെ എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ് ABS വരുന്ന മോഡല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയാ പ്രൈസ്? ഇത് നമുക്ക് 6 ലക്ഷം രൂപയാണ് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫിനാൻസ് സൗകര്യമുണ്ട്. ഫിനാൻസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. നമുക്ക് ഫിനാൻസ് 5 വർഷത്തെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ മാരുതിയുടെ വാറണ്ടി സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വരും. 85% ഫണ്ടിങ്ങും ചെയ്ത് കൊടുക്കാൻ പറ്റും. സജയുടെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും. നമ്മൾ കാണിച്ചാൽ കുറേ വണ്ടിയുടെ കിടപ്പുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതിന് പുറമേ ഉണ്ട്. നമുക്ക് എല്ലാം കൂടി എടുക്കാനുള്ള ടൈം ഇടാത്തുണ്ട്. അത്യാവശ്യം നിങ്ങൾ കൂടി പോകുന്നത് നിർത്താം. അപ്പം ശരി, അടുത്തൊരു വീഡിയോ കാണാം. ശരി, തീർച്ചയായിട്ടും.